അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രത്യേകതയുള്ളൊരു പഠന പരമ്പരയുടെ 42ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 42ാമത്തെ അവതരണം, റോമർക്കെതി ലേഖനം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതുവാൻ ദൈവഹിതത്താൽ ഉപയോഗിക്കപ്പെട്ട വിശുദ്ധ അപ്പോസ്തലൻ. ഈ അപ്പോസ്തലനിലൂടെ ദൈവം റോമർക്ക് എഴുതിയ ലേഖനം എന്ന ഈടുറ്റൊരു ലേഖനം നമുക്കായി നൽകപ്പെടുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ, വളരെ ഗഹനമേറിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം റോമർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 2ാം അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രത്യേകമായ പഠനത്തിലിരിക്കുമ്പോഴും അതിൻ്റെ 2ാം അധ്യായത്തിൻ്റെ 14-15 വേദഭാഗങ്ങൾ ന്യായപ്രമാണമില്ലാത്ത പുറജാതികളെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെ കാണിച്ചു തരുന്നു. ദൈവം തൻ്റെ പ്രമാണം ഇസ്രയേൽ ജനതയോട്, അഥവാ യഹൂദ ജനതയോട് ദൈവം ചെയ്തു. അവരുമായൊരു ഉടമ്പടി പ്രവേശിച്ചു. അവരെ കൂടാതെ ഭൂമുഖത്തുള്ളവർ പുറജാതികളാണ്. അവർക്ക് ഉടമ്പടിയില്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണമില്ല. അതിൻ്റെ അർത്ഥം അവർക്കിഷ്ടം പോലെ ജീവിക്കാമെന്നല്ല. അവർക്ക് ഒരു നിയമമുണ്ട് എന്ന് പൗലോസ് കാണിച്ചു തരും. പുറജാതികൾ ഒരു നിയമത്തിൻ്റെ കീഴിലാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു നിയമത്തിൻ്റെ കീഴിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പലതവണ പരാമർശിച്ചു. മോശയുടെ ന്യായപ്രമാണം യഹൂദന്മാർക്ക് നൽകപ്പെട്ടു, ശരിയാണ്. പുറജാതികൾ അതിൽ ഉൾപ്പെടുന്നില്ല. പക്ഷെ അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വാതിലടച്ചിട്ടുമില്ല. മോശയുടെ ന്യായപ്രമാണം ഇല്ലെങ്കിൽ പോലും പുറജാതികളുടെ നിയമത്തിൻ്റെ കീഴിലാണ്. 14-15 വാക്യങ്ങൾ റോമലേഖനം 2ാം അധ്യായം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, അപ്പോൾ അതിന് സാധ്യമാണെന്ന് കാണിച്ചു തരികയാണ്. ന്യായപ്രമാണത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ സകല നിയമങ്ങളും വകുപ്പുകളും അതിൻ്റെ സകല കൽപ്പനകളൊന്നുമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ടതായ ചില സത്യങ്ങൾ നമ്മൾ കണ്ടു. മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്. ഇപ്രകാരമുള്ള ന്യായപ്രമാണം ദൈവം നൽകിത്തന്നതിൻ്റെ പിന്നിലുള്ള ദൈവീകമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഈ ന്യായപ്രമാണം വായിക്കുകയോ കേൾക്കുകയോ ലഭിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പുറജാതികളുടെ ജീവിത നിലവാരത്തിൽ സ്വഭാവത്താൽ അവരാ തരത്തിൽ ജീവിക്കുന്നു. അങ്ങനെ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവർക്ക് തന്നെ, കാരണം അവരുടെ ജീവിതം കൊണ്ട് തന്നെ ദൈവം ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക്, ഈ തരം സ്വഭാവത്തിലേക്ക് അവർ ജീവിക്കുന്നു. കാരണം എങ്ങനെ, എന്തുകൊണ്ട്, ഏതു വിധത്തിൽ സാധിച്ചു? അവിടെ മനസ്സാക്ഷി കൂടി സാക്ഷ്യം പറയുന്നു. ഇപ്പോൾ മാതാപിതാക്കളെ അപമാനിക്കുകയും കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സാക്ഷി പോലും അത് അനുവദിക്കുന്നില്ല. മനസ്സാക്ഷി കൂടി സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ 3 സംവിധാനം: ഹൃദയം, മനസ്സാക്ഷി, വിചാരങ്ങൾ. മനസ്സാക്ഷി സാക്ഷ്യം പറയുന്നു. ഇതാണിപ്പോൾ നമ്മുടെ വിഷയം, മനസ്സാക്ഷി. ലോകത്ത് ചിലരുണ്ട് മനസ്സാക്ഷിയില്ലാത്തവർ, നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു മനസ്സാക്ഷിയുമില്ലാത്തവർ. ഇപ്പോൾ റോമലേഖനം 2ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വിട്ടുപോകുന്നതിന് മുമ്പ് ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റോമലേഖന പഠനം വളരെ വിശദമാണ്. പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റില്ല, ഒരു പ്രയോജനമുണ്ടാകില്ല. ഇപ്പോൾ റോമലേഖനം 2ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ അത് വിട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സാക്ഷിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വേദശാസ്ത്ര പണ്ഡിതന്മാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് എന്താണ് മനസ്സാക്ഷി എന്ന് നിർവചിക്കുക. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരോട് ചോദിച്ചാൽ എന്താണ് മനസ്സാക്ഷി, അവർ പറയും, എൻ്റെ ഉള്ളിൽ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ഒന്ന്, അതാണ് മനസ്സാക്ഷി. നീ ചെയ്യുന്ന തെറ്റാണ് എന്നെൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ബോധ്യം തരുന്ന ഒന്ന്, അതാണ് മനസ്സാക്ഷി എന്ന് സാധാരണ മനുഷ്യർ പറയും. ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നാം നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാ മനുഷ്യരും അവരിൽ സഹജമായൊരു തിരിച്ചറിവുണ്ട് ശരിയും തെറ്റിനെക്കുറിച്ച്. സഹജമായി മനുഷ്യരെന്ന നിലയിൽ അവരിൽ തന്നെ സഹജമായ ഒരു തിരിച്ചറിവുണ്ട് ശരിയും തെറ്റിനെക്കുറിച്ച്. പക്ഷെ ചില മനുഷ്യർക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു മനസ്സാക്ഷിയുടെ കുത്തലും വേദനയും കുറ്റബോധവുമില്ല.
നമുക്കറിയാം അങ്ങനെയുള്ളവരെക്കുറിച്ച്. എത്ര തിന്മ ചെയ്താലും, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ ചെയ്താലും, എത്ര മലിനമായ വാക്കുകൾ ഉച്ചരിച്ചാലും ഒരു മനസ്സാക്ഷിയിൽ ഒരു കുത്തലുമില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുമ്പോൾ, തിമോത്തിയോസ് എഴുതിയ 1 ലേഖനത്തിൻ്റെ 4 2 വാക്യത്തിൽ ഇങ്ങനെ പറയും, ആത്മാവ് തെളിവായി പറയുന്നൊരു സത്യം: അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി. അതൊരവസ്ഥയാണ്, സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് വയ്ക്കുക. അതായത് വലിയ തിളച്ച വെള്ളം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വീണാൽ അവിടെയുള്ള എല്ലാ നമ്മുടെ സ്പർശന അവസ്ഥകളുമെല്ലാം മരിച്ചു പോകും, ചത്തുപോകും. ചൂട് വെച്ച അവസ്ഥ അവിടെ തൊട്ടാൽ പിന്നെ അറിയില്ല. ഇപ്പം മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവർ എന്നൊരവസ്ഥ കാണിക്കുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്ഷി ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. എപ്പോഴാണ് ഇങ്ങനൊരവസ്ഥ വരുന്നത്? മനസ്സാക്ഷി നമ്മോട് സംസാരിക്കുന്ന, പറയുന്ന ആ ശബ്ദത്തെ തുടർച്ചയായി നാം അവഗണിച്ച് പോകുമ്പോൾ ആ ശബ്ദം താനേ കെട്ടടങ്ങും. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷി ശരിയും തെറ്റിനെക്കുറിച്ച് സാമാന്യ ബോധമുള്ള നമ്മുടെ ഉള്ളിലുള്ള സംവിധാനം നമ്മോട് പറയും, നീ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെ മോഷ്ടിക്കരുത്, 2 പ്രാവശ്യം മോഷ്ടിച്ചു, 3 പ്രാവശ്യം മോഷ്ടിച്ചു, ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്. ആ ശബ്ദം അവസാനം നമ്മൾ കേൾക്കാതിരിക്കും തോറും, അവഗണിക്കും തോറും ആ ശബ്ദം കുറഞ്ഞു വരും. ആ തരത്തിലാണ് മനസ്സാക്ഷി ചൂടുവെച്ച അവസ്ഥ, മനസ്സാക്ഷി നിശബ്ദമായ അവസ്ഥ. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 14, 15 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ വിഷയം പൗലോസ് ഉപയോഗിക്കും. അവിടെ മനസ്സാക്ഷി എന്ന വാക്ക് 2 അധ്യായത്തിൽ കാണില്ല, പക്ഷേ മനസ്സാക്ഷിയെക്കുറിച്ച് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റോമലേഖനം 14 അധ്യായവും 15 അധ്യായവും. 14 അധ്യായത്തിൻ്റെ 14 വാക്യം കേൾക്കാം: യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവ് യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. ശ്രദ്ധിക്കുക, വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനം. അവൻ്റെ മനസ്സിൽ അത് മലിനമാണ്, മോശമാണെന്ന് അവൻ ചിന്തിക്കുകയാണെങ്കിൽ അത് മലിനമാണ്. അതവിടെ വ്യക്തമായിട്ടുണ്ട്. അവിടെ ഇറച്ചി തിരുന്നതിനെക്കുറിച്ചും മറ്റും സഹോദരൻ ഇറച്ചി വരുത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് 23 വാക്യം അതേ അധ്യായത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായികയാൽ അവൻ കുറ്റക്കാരനാണ്. കാരണം അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവൻ്റെ മനസ്സാക്ഷിയുടേതായ പിന്തുണയില്ല. മനസ്സാക്ഷി പറയുന്നത് നീ ചെയ്യുന്നത് തെറ്റാണ്, ഈ മാംസം തിന്നാൻ പാടില്ല, അത് വിഗ്രഹാർപ്പിതമാണ്, അത് പൂജിച്ചതാണ്, നീ വിശ്വാസിയാണ്, നീ ഈ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച ഇറച്ചി തിന്നാൻ പാടില്ല. അവന് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ഇത് വെറും ആഹാരമാണെന്നും ഇത് വയറ്റിലേക്ക് പോയി പിന്നെ മറപ്പുരയിലേക്ക് പോയി അവസാനിക്കുന്നുള്ളതാണെന്നും തൻ്റെ ആത്മീക ദൈവിക ജീവിതത്തിന് ഇതൊരിക്കലും തടസ്സമല്ല എന്നവൻ അറിയുന്നില്ല. ഒരുപക്ഷെ മറ്റൊരു അവിശ്വാസയുടെ മുമ്പിലിരുന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വിഷയമാകാം. ഇവിടെ പറയുന്ന ഉദ്ദേശം വിശ്വാസത്തിൻ്റെ പരിജ്ഞാനമില്ലാത്തൊരു വ്യക്തി സംശയിച്ചാണ് തിന്നുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത പ്രവൃത്തിയാണത്. അവന് ബോധ്യമില്ല, വ്യക്തമായ ഉറപ്പില്ല, അതുകൊണ്ട് അത് കുറ്റമാണ്, പാപമായി മാറും. അവിടെ അധ്യായത്തിൽ ഈ വാക്ക് കാണില്ല മനസ്സാക്ഷി എന്ന്, ഈ ആശയം അതാണ്. ഇപ്പോൾ ഒരു വ്യക്തി തൻ്റെ മനസ്സാക്ഷിക്ക് വിരോധമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം മനസ്സാക്ഷി ആ വ്യക്തിയിൽ പ്രവർത്തിക്കാതെ വരും, പ്രയോജനമില്ലാതെ വരും. നിരന്തരമായി ചെയ്യുമ്പോൾ ദൈവം വെച്ചൊരു സുരക്ഷാ സംവിധാനം അതാണ് നഷ്ടപ്പെട്ടത്. സുരക്ഷയ്ക്ക് വേണ്ടി നിയമിച്ച സംവിധാനമാണ് മനസ്സാക്ഷി. പുറജാതികൾക്ക് വേണ്ടി ദൈവം വ്യക്തമായി എല്ലാ മനുഷ്യർക്കുമുണ്ട്. യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രത്യേകമായിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നിൻ്റെ മനസ്സാക്ഷി പറയുന്ന പോലെ ചെയ്യേ, ലെറ്റ് യുവർ കോൺഷ്യസ് ബി യുവർ ഗൈഡ്. നിൻ്റെ മനസ്സാക്ഷി പറയുന്നതനുസരിച്ച് ജീവിക്കേ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ മനസ്സാക്ഷിയുടെ പ്രാധാന്യം പറയുകയാണ്. അത് ലംഘിക്കരുത്, നിൻ്റെ മനസ്സാക്ഷിയെ നീ അവഗണിച്ച് കളയരുത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നു, മനസ്സാക്ഷി എന്തു പറയുന്നുവോ അതുപോലെ ചെയ്തേക്കുക. ഇതാണ് പലരുടെയും ചിന്താഗതി. ഇതൊരു തത്വചിന്തയായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്തിലെ പലയിടത്തും പലരുടെയും ജീവിത രീതി എങ്ങനെ ജീവിക്കും ചോദിച്ചാൽ, എൻ്റെ മനസ്സാക്ഷി എന്തു പറയുന്നുവോ അതനുസരിച്ച് ഞാൻ ജീവിക്കും. മനസ്സാക്ഷിയാണ് എൻ്റെ വഴികാട്ടി. നമ്മൾ മനസ്സാക്ഷിയെ അപമാനിക്കരുത്, ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മനസ്സാക്ഷി യഥാർത്ഥ വഴികാട്ടിയല്ല, അപ്രമാദിത്വമുള്ള തെറ്റുപറ്റാത്ത ഒരു വഴികാട്ടിയല്ല മനസ്സാക്ഷി. കാരണം
മനസാക്ഷിക്കും തെറ്റുപറ്റാം. എന്താണ് നമ്മുടെ മനസാക്ഷിയെ നാം പരിശീലിപ്പിച്ചിരിക്കുന്നത്? എന്ത് ബോധ്യത്തിലാണ് നമ്മുടെ മനസാക്ഷിയെ നാം ക്രമീകരിച്ച് പരിശീലിപ്പിച്ചിരിക്കുന്നത് എന്ന അടിസ്ഥാനമാണ് നിർണായകം. ഉദാഹരണം പറയാം. പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനൊരു കാര്യം കാണാം. പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. സഹോദരന്മാരെ, ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. നല്ല മനസാക്ഷിയോടെ ദൈവത്തിന് മുമ്പാകെ ഞാൻ നടന്നിരിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു, അനേകരെ വെട്ടിക്കൊന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല മനസാക്ഷിയോടുകൂടിയാണ് ജീവിക്കുന്നത്. ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. കാരണം പൗലോസിനെ സംബന്ധിച്ച് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നില്ല. കാരണം യഹൂദ മതത്തിൽ മുൻഗണനയിൽ വന്നിട്ടുള്ള എരിവോടുകൂടി പ്രവർത്തിക്കുന്ന ആ മനുഷ്യരെ സംബന്ധിച്ച് നസ്രായ മതം എന്നൊരു പുതിയ മതമുണ്ടായി. യഹൂദ മതത്തിന് വിരോധമാണ്, അതിനെ തകർത്ത് കളയണം, അത് ന്യായമാണ്, ശരിയാണ്, അതിനെ ഉപദ്രവിക്കുക, തകർക്കുക. ആ ചിന്തയിലാണ് പോയി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗത്തെ കൊന്നുമുടിക്കാൻ ശ്രമിച്ചത്. അപ്പം തൻ്റെ മനസാക്ഷിയിൽ താൻ ചെയ്യുന്നത് ശരിയാണ്, ചെയ്യുന്നത് ശരിയെന്ന് ചിന്തിക്കുന്ന ആളുടെ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തില്ല. നല്ല മനസാക്ഷിയോടെ ജീവിച്ചു എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് 26-ാം അധ്യായത്തിലും പൗലോസ് അങ്ങനെ കാണാം. ഞാൻ വളരെ നല്ല മനസാക്ഷിയോടുകൂടിയാണ് നിൽക്കുന്നത് എന്ന് പൗലോസ് അവിടെയും പറയുന്നത് കേൾക്കാം. 26-ാം അധ്യായം. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് ഞാൻ ചെയ്തതിനെക്കുറിച്ച് കുറ്റബോധമില്ല. നാം പറഞ്ഞ് ആവർത്തിക്കട്ടെ, മനസാക്ഷി മാത്രമായി ആശ്രയിക്കരുത്. അത് അപര്യാപ്തമായ വഴികാട്ടിയാണ്. മനസാക്ഷിയുടെ ശബ്ദം കേട്ട് പോയാൽ വഴി തെറ്റും. ധാർമ്മികവും മതപരമായ കാര്യങ്ങളിൽ അതിൽ ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് മാത്രമേ നമ്മെ നടത്തൂ. പൗലോസിന് കിട്ടിയ അറിവ് നസ്രായ മതം തെറ്റാണ്. നസ്രായന യേശു ദുരുപദേഷ്ടാവാണ്, യഹൂദമതത്തിന് വിരോധമായി പ്രവർത്തിച്ചവനാണ്. ഈ തെറ്റായ അറിവ് നിമിത്തം ദൈവപദ്ധതിയായ നസ്രായ മതം ക്രിസ്തീയ മാർഗത്തെ നശിപ്പിക്കാൻ ശൗല് എന്ന് പറയുന്ന മനുഷ്യൻ ശ്രമിച്ചു. താൻ ദൈവത്തിനെതിരെയാണ്, മുള്ളിനെതിരെ തൊഴിക്കുകയായിരുന്നു. കാല് മുറിയുമെന്നല്ലാതെ മുള്ളിനൊന്നും പറ്റില്ല. ക്രിസ്ത്യാനിത്വത്തിനൊന്നും സംഭവിച്ചില്ല. അത് അധികം ശക്തിയോടുകൂടി വളരുകയാണ്. അപ്പോൾ മനസാക്ഷി, ഒരു വ്യക്തിയുടെ മനസാക്ഷി ആ വ്യക്തിക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ശരിയും തെറ്റും ആ വ്യക്തി തീരുമാനിക്കുന്നത് തനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില വ്യക്തികൾക്ക് ഒരു കാര്യം ശരിയാണ്, അതേ കാര്യം മറ്റൊരു വ്യക്തിക്ക് തെറ്റാകും. ഇവിടെ തനിക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനം, അറിവ് അപ്രകാരമാകും. അതനുസരിച്ചാണ് തീരുമാനം. അതുകൊണ്ട് മനസാക്ഷിയെ മാത്രം ആശ്രയിച്ചാൽ വഴിതെറ്റിപ്പോകും. നമ്മൾ എന്ത് അറിവാണ് മനസാക്ഷി കൊടുത്തിരിക്കുന്നത്, എന്ത് പരിശീലനമാണ് കൊടുത്തിരിക്കുന്നത്, അത് വളരെ പ്രധാനം. ഉദാഹരണത്തിന് ലോകത്തിൽ അനേകം ആൾക്കാർ വിഗ്രഹാരാധനയിലാണ്. ഭൂരിപക്ഷ രാജ്യങ്ങളിലും വിഗ്രഹാരാധന. വചനവിരുദ്ധമായ വിശുദ്ധന്മാരും എന്നൊക്കെ പേരിൽ പലരെയും പുണ്യാത്മാക്കളെയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ ചെയ്യുന്നവരുടെ മനസാക്ഷിയിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമില്ല. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു കാളക്കുട്ടിയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടും. കല്ലുകൊണ്ടാക്കിയ പെയിൻ്റ് അടിച്ച രൂപത്തിൻ്റെ മുമ്പിൽ, കയ്യിലൊരു കൊച്ചുമായി നിൽക്കുന്ന സ്ത്രീയുടെ രൂപത്തിൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി എന്തുമാത്രം നിലവിളികളും പ്രാർത്ഥനകളും ഉയർത്തുന്നു. അവർക്കാർക്കും ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിവില്ല. കാരണം അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത്, കുഞ്ഞിലേ മുതലേ പഠിപ്പിച്ചിരിക്കുന്നത്, ഇതൊക്കെ പുണ്യവാളന്മാരും ഇതൊക്കെ നമ്മുടെ മധ്യസ്ഥന്മാരും ഇവരോട് പ്രാർത്ഥിച്ചാലേ ദൈവത്തിലേക്ക് ചെല്ലുകയുള്ളൂ എന്ന ഒരു ഉപദേശം ഇവരെ കുഞ്ഞിലേ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്നത് തെറ്റല്ല. അവിടെ ചിന്ത ഏതാണ്? ശരിക്കും ദൈവം തെറ്റാണ്, വിഗ്രഹാരാധനയാണ്, പൈശാചികമാണ് അതിൻ്റെ പിന്നിൽ. പക്ഷെ അവർക്കതൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർ നമ്മളെ തല്ലാൻ, ഉപദ്രവിക്കാൻ വരും. നമ്മളെ കുഞ്ഞിലേ മുതലേ പരിശീലിപ്പിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. അതുകൊണ്ട് മനസാക്ഷി അവർ ചെയ്യുന്നതിനൊക്കെ ന്യായീകരിക്കും. ബഹുഭാര്യത്വമാകട്ടെ, വിവാഹമോചനമാകട്ടെ, അതിനെല്ലാം ന്യായീകരണങ്ങളുണ്ടാകും. ഇത് ചെയ്യുന്നവരെക്കുറിച്ച് അത് ചെയ്യുന്നത് തെറ്റാണെന്നവർക്ക് തിരിച്ചറിവില്ല, സമ്മതിക്കുകയുമില്ല. കാരണം അവരെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പഠനത്തിൽ നമ്മൾ കണ്ടു, മനസാക്ഷിയെ സംബന്ധിച്ച് ഒരേ സമയത്ത് അത് ന്യായാധിപനാണ്, നമ്മുടെ സാക്ഷിയാണ്, വിധികർത്താവാണ്, ശിക്ഷ നടപ്പാക്കുന്നവനാണ്. മനസാക്ഷി ഈ റോളുകളിൽ,
ഈ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നു. ന്യായാധിപൻ, ജഡ്ജ്, വിറ്റ്നസ്, സാക്ഷി. നമ്മുടെ സാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ സാക്ഷി പറയുകയാണ്. വിധികർത്താവാണ്. അവസാനം വിധികർത്താവ് നമ്മുടെ മനസ്സാക്ഷിയാണ്. ശിക്ഷ നടപ്പാക്കും, അത് മനസ്സാക്ഷിയാണ്. അതേസമയത്ത് ശ്രദ്ധിക്കണം, ഒരു ന്യായാധിപൻ്റെ, സാക്ഷിയുടെ, വിധികർത്താവിൻ്റെ, ശിക്ഷ നടപ്പാക്കുന്നവൻ്റെ ഉത്തരവാദിത്വമല്ല നിയമനിർമ്മാണം. നിയമനിർമ്മാണം ഇവരുടെ ഉത്തരവാദിത്വമല്ല. അത് ന്യായാധിപൻ്റെയോ സാക്ഷിയുടെയോ വിധികർത്താവിൻ്റെയോ ശിക്ഷ നടപ്പിലാക്കുന്ന വ്യക്തിയുടെയോ ഉത്തരവാദിത്വമല്ല നിയമനിർമ്മാണം. ഇവർക്ക് നിയമം നടപ്പിലാക്കുക മാത്രമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, നിയമം നടപ്പിലാക്കുക മാത്രമാണ് ഇവരുടെ, ന്യായാധിപൻ്റെയും സാക്ഷിയുടെയും വിധികർത്താവിൻ്റെയും, നിയമം നടപ്പാക്കുന്ന പോലീസ് അധികാരിയുടെയും അല്ലെങ്കിൽ ജയിലധികാരിയുടെയും ഉത്തരവാദിത്വം നിയമം നടപ്പാക്കുകയാണ്, നിയമം സൃഷ്ടിക്കുകയല്ല. അതേപോലെ നമ്മുടെ മനസ്സാക്ഷി നീതിന്യായ വകുപ്പും നിയമനിർവ്വഹണ അധികാരിയുമാണ്. മനസ്സാക്ഷി നിയമം ഉണ്ടാക്കുന്നില്ല, ലെജിസ്ലേറ്റീവ് ബോഡിയല്ല, നിയമരൂപീകരണ അധികാരിയല്ല. മനസ്സാക്ഷിക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക, മനസ്സാക്ഷിക്ക് അതിന് സാധിക്കില്ല. അത് നടപ്പിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ധാർമ്മികവും ആത്മീകമായി അതിന് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് നടപ്പിലാക്കാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സാക്ഷി ഒരു സുരക്ഷിത വഴികാട്ടിയാണ്. അത് സുരക്ഷിതമായ ശരിയായുള്ള അറിവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ ദൈവവചനം, ദൈവവെളിപാട്, സത്യം, അതിനാൽ മനസ്സാക്ഷി പരിശീലിപ്പിക്കപ്പെട്ടാൽ, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ദൈവവചനമാകുന്ന ദൈവിക അധികാരത്തിലൂടെയുള്ള ദൈവത്തിൻ്റെതായ സത്യത്താൽ നമ്മുടെ മനസ്സാക്ഷിയെ നിരന്തരമായി പരിശീലിപ്പിച്ചാൽ അതിനെപ്പോലെ സുരക്ഷിതമായ മറ്റൊരു വഴികാട്ടിയില്ല. വചനം തീരുമാനിക്കും. വചനത്താൽ നമ്മുടെ മനസ്സാക്ഷി പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിക്ക് നല്ല തിരിച്ചറിവുണ്ട്. വചനപ്രകാരം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സാക്ഷി പറയും. വേറെ ഒന്നും നിയന്ത്രിക്കരുത് മനസ്സാക്ഷിയെ, വചനം നിയന്ത്രിക്കണം. പൗലോസിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം വായിച്ച് നമുക്ക് പെട്ടെന്ന് അടുത്ത ദിവസം ചിന്തിക്കാം. പ്രവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവിടെ പൗലോസ് പറഞ്ഞത് ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എങ്ങനെയുള്ള മനസ്സാക്ഷി? കുറ്റമില്ലാത്ത മനസ്സാക്ഷി, ദൈവത്തോടും മനുഷ്യരോടും. അങ്ങനെ തരത്തിലുള്ളൊരു മനസ്സാക്ഷി ഉണ്ടാകാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു മനസ്സാക്ഷി. ആർക്കും എന്നെ കുറ്റം പറയേണ്ടവരരുത്, ദൈവത്തിനും എനിക്കെതിരെ കുറ്റം പറയേണ്ടവരരുത്. ആ തരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഐ ഡു മൈ ബെസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാരണം ഈ ഓട്ടക്കാർ കഠിനമായ നിരന്തരമായ പരിശീലനങ്ങൾ എടുക്കും ഓട്ടക്കളത്തിൽ ഓടാൻ, മത്സരത്തിന് വേണ്ടി. ആ തരത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇപ്രകാരമുള്ള ഒരു കുറ്റമില്ലാത്ത മനസ്സാക്ഷി. കാരണം ആ മനുഷ്യർ എനിക്കെതിരെ വിരൽ ചൂണ്ടരുത്, ആ സഹോദരി വിരൽ ചൂണ്ടരുത്, ആ സഭാശുശ്രൂഷകൻ വിരൽ ചൂണ്ടരുത്, ദൈവം വിരൽ ചൂണ്ടരുത്. ദൈവം യോബിനെ പോലെ എന്നെക്കുറിച്ച് പറയാൻ കഴിയണം. നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ദൈവം പറയണം, അതുപോലെ മറ്റുള്ളവരും പറയണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഒരു ഓട്ടക്കാരനെ പോലെ കഠിന ശ്രമം നടത്തുകയാണ്. എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തരുത്, ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്താതെ വ്യക്തി ഞാൻ കഴിയുന്നത് പരമാവധി ശ്രമിക്കുകയാണ്. എല്ലാ തരത്തിലും ശ്രമിക്കുകയാണ് എൻ്റെ മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കാൻ. ഇതെങ്ങനെ സാധിക്കും? ഇങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കാൻ പൗലോസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും? 6 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി വയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? 1, ദൈവവചന പഠനം ഗൗരവമായിട്ടെടുക്കണം. ദൈവവചന പഠനം ഗൗരവമായിട്ടെടുക്കണം. നമ്മൾ ഇതിനകം പറഞ്ഞു, നമ്മുടെ മനസ്സാക്ഷി പരിചയപ്പെടേണ്ട ശബ്ദം വചനമാണ്, ദൈവഹിതമാണ്, ദൈവ ഇഷ്ടമാണ്, ദൈവകൽപ്പനയും പ്രമാണവും സാക്ഷ്യവും ആലോചനകളുമാണ്. നമ്മുടെ മനസ്സാക്ഷി എത്രത്തോളം അതിനാൽ നിറഞ്ഞു നിൽക്കുമോ, മനസ്സാക്ഷി ഉടൻ പറയും, വചനപ്രകാരം തെറ്റാണ്, ഇന്ന വചനപ്രകാരം നീ ചെയ്യുന്നത് ശരിയല്ല. ലോകത്തിലെ ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ തത്വചിന്തകളോ തർക്കശാസ്ത്രങ്ങളോ അല്ല, വചനം പറയും. വചനത്താൽ മനസ്സാക്ഷി പരിശീലിപ്പിക്കപ്പെട്ടാൽ വചനം പറയും, നിൻ്റെ മനോഭാവം തെറ്റാണ്, നിൻ്റെ ഇടപാട് തെറ്റാണ്, നിൻ്റെ വാക്ക് തെറ്റാണ്, നിൻ്റെ രീതി തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയാണ്, ആരെന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന ശരിയാണ്, വചനപ്രകാരം ശരിയാണ്. അപ്പോൾ വചന പഠനം ഗൗരവമായെടുക്കണം. 2, പാപത്തെക്കുറിച്ചും ഗൗരവമായ കാഴ്ചപ്പാട് വേണം. പാപം
നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപം, നമ്മുടെ പ്രാർത്ഥന മുടക്കുന്ന പാപം, നമ്മുടെ സാക്ഷ്യമില്ലാതാക്കുന്ന പാപം, നമ്മളെക്കുറിച്ചുള്ള പ്രയോജനം നശിപ്പിക്കുന്ന പാപം, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന പാപം, നമ്മെ തന്നെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, നരകത്തിലെ തീച്ചുളയിൽ തള്ളിവിടുന്ന പാപം അതിനെ ഗൗരവമായി കാണണം. മനസാക്ഷി ആവിത്തെ പരിശീലിപ്പിച്ചാൽ മനസാക്ഷി ഒരു പാപത്തെ അവഗണിക്കില്ല. മൂന്നാമത്, ദൈവവചനം എന്ത് പറയുന്നു, പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ച് എന്ത് പറയുന്നു, അത് സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. അതിന് തട്ടിക്കളയരുത്. വചനം പറയുന്നത് അംഗീകരിക്കാൻ. നമ്മുടെ തെറ്റിനെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച്, വീഴ്ചയെക്കുറിച്ച്, അകൃത്യത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് വചനം പറയുമ്പോൾ, ചൂണ്ടിക്കാട്ടുമ്പോൾ, വായനയോ പ്രസംഗത്തിലൂടെയൊക്കെയോ നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ ശരിയാണ്, ഇത് എൻ്റെ സ്വഭാവമാണ്, എൻ്റെ കുറവാണ് എന്ന് അംഗീകരിക്കുന്ന മനസ്സുണ്ടാകണം. നാലാമത്, ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സാക്ഷി നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മനസ്സാക്ഷി നമ്മൾ പറയും, ദൈവത്തിൻ്റെ അല്ല നമ്മുടെ മനസ്സാക്ഷി. കാരണം വചനത്താൽ പരിശീലിപ്പിക്കേണ്ട മനസ്സാക്ഷി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലപ്പോൾ തലയുയർത്താൻ പറ്റില്ല, മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഉച്ചത്തിൽ പാട്ട് പാടാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാത്തിനും മടി, എല്ലാത്തിനും ഉപേക്ഷ, വചനം വായിക്കുമ്പോൾ ഉറക്കം. മനസ്സാക്ഷി പറയും, നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ടില്ല, നിൻ്റെ ഹൃദയത്തിനകത്ത് പാപം ഒളിഞ്ഞു കിടപ്പുണ്ട്. മനസ്സാക്ഷി നമ്മൾ പറഞ്ഞു തരുമ്പോൾ ശരിക്കും പരിശോധിച്ചാൽ മതി, ചെവി കൂർപ്പിച്ചാൽ കേൾക്കാം, ആ ശബ്ദം കേൾക്കണം. അഞ്ചാമത്, ഏതെങ്കിലും കുറവുകൾ തിരിച്ചറിയുമ്പോൾ നേരെയാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ മനസ്സാക്ഷി നമ്മൾ പറയുകയാണ്, നിനക്ക് ദൈവത്തിൽ പ്രാഗൽഭ്യമില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഉറപ്പില്ല, ഒരു വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവില്ല. ഇതൊക്കെ നമ്മുടെ കുറവുകൾ മനസ്സാക്ഷി നമ്മളെ സൂചിപ്പിക്കുമ്പോൾ അത് നേരെയാക്കാൻ ശ്രമിക്കണം. അവസാനമായി, നല്ലൊരു മനസ്സാക്ഷി, നിർമ്മലമായൊരു മനസ്സാക്ഷി നമുക്കുണ്ടാകാൻ, നമ്മളൊരു കുറവുണ്ടെന്ന് മനസ്സിലായാൽ അതിനൊരു വെള്ളത്തുണിയിട്ട് മൂടരുത്. അതിന് ഇല്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറമെ വേഷം കെട്ടരുത്. ഉടൻ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണം. ദൈവസന്നിധി ചെല്ലണം. ദൈവമക്കളായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ചെല്ലണം. പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടണം. ചെയ്ത തെറ്റ് കർത്താവിനോടും തുറന്നു പറയണം. എബ്രായർക്കെതിരെ ലേഖനത്തിൽ 2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 9-ാം വാക്യം 13 വായിക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കൊട്ടുകളുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു. പഴയ കാലത്തുള്ള യാഗങ്ങളെക്കുറിച്ചാണ്, ജഡിക ശുദ്ധി വരുത്തുന്നതാണത്. ഇനി പുതിയ നിയമത്തിലേക്ക് നോക്കാം. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ സുവിശേഷം അനുസരിച്ച് വീണ്ടും ജനിച്ച് ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച ദൈവ പൈതൽ. വീഴ്ചകളുണ്ടാകും, കുറവുകളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും, അകൃത്യങ്ങളുണ്ടാകും, തെറ്റുകളുണ്ടാകും. അത് ബോധ്യപ്പെടുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് കുറ്റങ്ങൾ, പാപങ്ങൾ സമ്മതിച്ച് കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ രക്തം നമ്മളെ കഴുകി വെടിപ്പാക്കും. എൻ്റെ അനുഗ്രഹം എന്താണ്? നമ്മുടെ മനസ്സാക്ഷിയെ ജീവനില്ലാത്ത നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിടുവിക്കും. നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസ്ഥയുണ്ടാകും. മനസ്സാക്ഷി മലിനമാണെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. പിന്നെ വെറും ചടങ്ങാണ്. മനസ്സാക്ഷി ഇങ്ങനെ പൊള്ളിയതുപോലെ കട്ടിപിടിച്ച് പോകും. എബ്രായ ലേഖനം 10:22 കൂടെ വായിക്കുക. എബ്രായ ലേഖനം 10-22 വാക്യത്തിൽ അവിടെ എബ്രായ ലേഖൻ പറയുന്നത്, ദൈവത്തിനടുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? 19 മുതൽ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരവും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തേലുക. ദൈവത്തിനടുക്ക ചെല്ലുമ്പോൾ ശുദ്ധ മനസാക്ഷി വേണം. ദുർമനസാക്ഷി നീങ്ങണം. എല്ലാ തരത്തിലുള്ള അകൃത്യങ്ങളും കപടതകളും മാറ്റിവെച്ചുകൊണ്ട് വേണം. അതിന് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം വേണം. അപ്പോൾ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കാൻ പൗലോസ് പറഞ്ഞു, ഞാൻ വല്ലാതെ ശ്രമിക്കുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാൽ ചില മനുഷ്യർ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും, ഇല്ലാത്തത് പറയുക തന്നെ ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസാക്ഷിയിൽ അവരോടുള്ള വെറുപ്പ് വരരുത്, അവരെ ശത്രുവായി കാണരുത്. എന്നെങ്കിലും ഒരിക്കൽ ദൈവം അനുവദിച്ചാൽ അവർ സത്യം അറിയട്ടെ. പക്ഷെ നാം അവരോടുള്ള പകയും വിദ്വേഷവും വെച്ച് പുലർത്തരുത്.
അവർ നമുക്ക് നേരെ ഷേക്കൻ്റെ കൈ തരുമ്പോൾ നമ്മൾ കൈ നട്ടി മാറ്റരുത്. നമ്മൾ അവർക്ക് നേരെ കൈ നീട്ടുമ്പോൾ ഒരു കൈ തന്നില്ലെന്ന് വരും. പ്രയാസപ്പെടണ്ട, നമ്മുടെ കടമ നാം ചെയ്യുക. ഇപ്പം നല്ല മനസ്സാക്ഷി, അല്ലെങ്കിൽ നമുക്ക് അവർ നമ്മുടെ നേരെ കൈ നീട്ടിടുമ്പോൾ അവർ നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊടുക്കാതിരുന്നാൽ അന്ന് രാത്രി ഉറക്കം വരില്ല. എന്നാലും ഞാൻ കൈ കൊടുക്കാമായിരുന്നു. അതൊരു നഷ്ടം വരുന്നില്ലല്ലോ. കുറ്റബോധം ഉണ്ടാകും, മനസ്സാക്ഷി കുറ്റപ്പെടുത്തും. അങ്ങനെ വന്നാൽ അന്ന് തന്നെ ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുക, തെറ്റ് സമ്മതിക്കുക, പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് പിരിയുക. മനസ്സാക്ഷി യഹൂദന്മാർക്ക് മാത്രമല്ല പുറജാതികൾക്ക് ദൈവ സംവിധാനമാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഉണ്ടത്. എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമാണ്. ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് നമ്മുടെ വേഷം കെട്ടൽ കുറേ മാറും, കപടത മാറും, സത്യസന്ധമാകും, സംസാരത്തിൽ പരമാർത്ഥതയുണ്ടാകും. പ്രത്യേകിച്ച് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇപ്പോൾ മറക്കരുത് 6 മാർഗ്ഗങ്ങൾ. വചന പഠനം സീരിയസ് ആയിട്ടെടുക്കുക, ഗൗരവമായിട്ടെടുക്കുക. പാപത്തെക്കുറിച്ചും ഗൗരവമായി കാണുക. വചനം പാപത്തെക്കുറിച്ച് പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകുക. മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ നേരെയാക്കാനായിട്ട് മനസ്സാക്ഷി പറയുമ്പോൾ, തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കി തരുമ്പോൾ എത്രയും പെട്ടെന്ന് നേരെയാക്കാൻ, പരിഹരിക്കാൻ ശ്രമിക്കുക. നല്ലൊരു മനസ്സാക്ഷി നിലനിർത്തുവാനായിട്ട് തെറ്റിനെ സമ്മതിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ബന്ധം നിരപ്പാക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം. ഇതിനെക്കുറിച്ച് അല്പ കാര്യങ്ങൾ കൂടി അടുത്ത പഠനത്തിൽ നമുക്ക് കേൾക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.